മുരിങ്ങപ്പൂ കാണുമ്പോൾ പെട്ടെന്ന് അമ്മയാണ് ഓർമ്മ വരുന്നത്. സ്ഥിരമായി മുരിങ്ങപ്പൂ തോരൻ ഉണ്ടാക്കി തരുമായിരുന്നു. ഇന്ന് കുറച്ച് മുരിങ്ങപ്പൂ കിട്ടി. അപ്പോൾ അതിൻ്റെ മുരിങ്ങപ്പൂവും മുട്ടും അടർത്തിയെടുത്തു. എന്നിട്ട് നന്നായി കഴുകി 2-3 വെള്ളം കഴുകണം കേട്ടോ. അതിനകത്ത് ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കണം. മുരിങ്ങയിലയിലും മുരിങ്ങപ്പൂവിലും എപ്പോഴും നന്നായി വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ട് ആ ചട്ടിയിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ, ഇങ്ങനെയുള്ള നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നപ്പം 1 സ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, അതോടൊപ്പം തന്നെ 2 വറ്റൽമുളക് 2-3 മുറിച്ച് അതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം നന്നായി കടുക് പൊട്ടി തുടങ്ങുന്നവരെ ഇളക്കി കൊടുത്തു. കടുക് പൊട്ടി തുടങ്ങിയപ്പം 2-3 പച്ചമുളക് നീളത്തിൽ കീറി അതും ഇട്ടു. അതോടൊപ്പം തന്നെ 10 ചെറിയ ഉള്ളി അതും നീളത്തിൽ കീറിയത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി. അത് ഏകദേശം വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. മുരിങ്ങപ്പൂ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ, ഈ കാണുന്ന പോലല്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടുമ്പോൾ എപ്പോഴും ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഉപ്പ് കൂടുതലിട്ട് കൊടുത്താൽ ഈ മുരിങ്ങപ്പൂ അങ്ങ് വറ്റും വേവുമ്പോൾ. അപ്പം ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായി പോവും. അതുകൊണ്ട് 1/2 സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ വേണേൽ നമുക്ക് ചേർക്കാമല്ലോ. എന്നിട്ടൊന്നൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേനും നമ്മുടെ മുരിങ്ങപ്പൂവിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഒരു അരമുറി തേങ്ങ, അത് മുരിങ്ങപ്പൂവിൻ്റെ അളവനുസരിച്ച് കുറച്ച് തേങ്ങയും ശകലം ജീരകവും കൂടെ, ഇത് ഞാൻ ഡയറക്റ്റ് ഇടുക ചെയ്ത്, നിങ്ങൾക്ക് വേണേൽ ചതച്ചിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഡ്രൈ ആവുമ്പോൾ നല്ല അടിപൊളി മുരിങ്ങപ്പൂ തോരൻ റെഡിയായിട്ടുണ്ട്.